അപ്പോൾ ഇന്നൊരു മീൻകറി വയ്ക്കാം, എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയൊരു മീൻകറിയാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത് 1 കിലോ ചൂരമീനാണ് എടുത്തത്. അതിലേക്ക് നമുക്കൊരു 5-6 ചുവന്നുള്ളി, അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത്, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കുടംപുളി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ പുളിക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തത്. നാളികേരത്തിൻ്റെ പാൽ, ഒരു ചെറിയ നാളികേരത്തിൻ്റെ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂട്ടിയിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ. നമ്മൾ കറിയിൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ചാറിന് നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കറി വയ്ക്കുന്നുണ്ട്. ആ ചാറിനൊരു കട്ടി കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നത്. അത് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല കറി കാണാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഈ പൊടി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു വൃത്തി ഉണ്ടാവും കറി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉള്ളി, അതുപോലെ തന്നെ വേപ്പിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ താളിച്ച് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഉലുവ ഉണ്ടെങ്കിൽ നമ്മൾ കാച്ചുമ്പോൾ, പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഉലുവ ഇട്ടിട്ട് നമ്മൾ ഉള്ളി കാച്ചുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളി കറിയാണിത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക.